തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2 ഘട്ടങ്ങളിലായി നടക്കുകയാണ്. ഡിസംബർ 9, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലബാർ മേഖലകളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഡിസംബർ 11-നാണ്. CPM-ന് ശക്തിയുള്ള പ്രദേശങ്ങൾ മലബാർ മേഖലയിൽ ഒരുപാടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞപ്പോൾ CPM എതിരില്ലാതെ ജയിച്ച പ്രദേശങ്ങളും ഈ മലബാർ മേഖലയിലുണ്ട്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് 6 ജില്ലകൾ ചേരുന്ന മലബാർ മേഖലയിൽ ഇത്തവണ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. 2 കോർപ്പറേഷനുകളാണ് മലബാർ മേഖലയിലുള്ളത്, കണ്ണൂർ കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും. കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ആണ് ഭരിച്ചതെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുമുന്നണിക്കായിരുന്നു ഭരണം. നഗരസഭകളിലും പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഭൂരിഭാഗവും നേടിയത് ഇടതുമുന്നണി തന്നെയായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. വയനാട് ജില്ലാ പഞ്ചായത്ത് ബലാബലം വന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ അവിടെ കോൺഗ്രസിന്റെ ഷംസാദ് മരക്കാർ പ്രസിഡന്റായി വന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. മലബാർ മേഖലയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. 50 വർഷമായി കോൺഗ്രസ് ഭരണത്തിന് പുറത്തുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് സ്വപ്നം കാണുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ നഗരസഭ അല്ലെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുമെന്ന് കോൺഗ്രസിന് ഉറപ്പാണ്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ഈ 5 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് 100% വിശ്വസിക്കുന്നു. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കാസർഗോഡ് BJPക്ക് ചില കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ട്. BJPയുടെ അപ്രമാദിത്വത്തിന് കൂടി തടയിടാൻ കഴിയുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലബാറിന്റെ ചില പോക്കറ്റുകളിൽ, അതായത് ഉത്തര മലബാറിലെ ചില കേന്ദ്രങ്ങളിൽ SDPയെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ, വെൽഫെയർ പാർട്ടിയെ പോലെ മതവർഗീയതയുടെ വിഷം തുപ്പുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള 1, 2, 3 പ്രദേശങ്ങളുണ്ട്. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയുടെ ചില പ്രദേശങ്ങളിലും ഇത്തരം തീവ്ര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾക്ക് സ്വാധീനമുണ്ട്. അത്തരം തീവ്രവാദ ശക്തികളെയും സംഘപരിവാറിനെയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെയും ഒരേ സമയം നേരിട്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ കാറ്റ് മലബാർ മേഖലയിൽ ആഞ്ഞടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. ഷാഫി പറമ്പിലിനാണ് മലബാറിൽ പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസ് ക്യാമ്പിന് ആവേശമായി മാറിയ ഷാഫി പറമ്പിൽ വളരെ വലിയ തരത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തവണ ഷാഫി മാജിക് മലബാറിൽ ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ ഷാഫി മാജിക്കിലൂടെ കഴിഞ്ഞ തവണ കൈമോശം വന്ന സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ, അതായത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ പ്രചരണത്തിൽ എത്തുന്നുണ്ട്. വയനാട് പോലെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ ഇത്തവണ വലിയ മുന്നേറ്റം സൃഷ്ടിച്ച, ഒരേ സമയം വർഗ ഫാസിസത്തെയും വർഗീയ ഫാസിസത്തെയും നേരിട്ട് ചെറുത്തു തോൽപ്പിച്ച മലബാറിന്റെ മണ്ണിൽ ഐതിഹാസികമായ വിജയം നേടാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തന്നെയാണ് UDF-ഉം കോൺഗ്രസും കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയായിരിക്കുന്നു. 2ാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ ഇടതുമുന്നണിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു എന്ന് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുകയാണ്.